ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നാം വെളിപാട് ഗ്രന്ഥത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെളിപാടിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു. ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാവേശ്യയുടെ അന്ത്യത്തെക്കുറിച്ചും എല്ലാം നമ്മൾ കണ്ടു. നാം ഇന്ന് വെളിപാടിലെ 20-ാമത്തെ അധ്യായത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വളരെ ദുരൂഹമായിട്ടുള്ള, വിചിത്രങ്ങളായിട്ടുള്ള, വിഭിന്നങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉള്ള ഒരു അധ്യായമാണ്. അതിലേതാനും വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വെളിപാട് 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയുമുണ്ട്. അവൻ വ്യാളിയെ, പിശാചും സാത്താനുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധിച്ചു. 1000 വർഷം തികയുവോളം ജനതകളെ വഴിതെറ്റിക്കാതിരിക്കാൻ അവനെ പാതാളത്തിലേക്കെറിഞ്ഞ് അടച്ച് അവൻ്റെ മേൽ മുദ്ര വെച്ചു. തദനന്തരം അല്പസമയത്തേക്ക് അവനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു. 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വെളിപാടിലെ സാത്താൻ്റെ ആ ചിത്രത്തിലേക്കാണ് നമ്മൾ വീണ്ടും കടന്നു വരുന്നത്. അപ്പോൾ സാത്താനെ ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു വെളിപാടിലെ 12-ാമത്തെ അധ്യായം മുതലാണ്. 12-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ കാണുന്ന 2 ദൃശ്യങ്ങളെക്കുറിച്ച് കണ്ടു. 2 അടയാളങ്ങൾ. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വർഗത്തിൽ കാണുന്ന മറ്റൊരടയാളം വ്യാളിയുടെ, അഗ്നിമയനായ വ്യാളിയുടെ ഒരു പ്രതീകം. പിന്നെ അതിനുശേഷം 12-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ ആ സർപ്പം അത് താഴേക്ക് പരാജയപ്പെട്ട് നിപതിക്കുന്ന നാം കാണുന്നുണ്ട്. മിഖായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ട് അത് താഴേക്ക് നിപതിക്കുന്നു. പിന്നെ അതിൻ്റെ വിഹാരരംഗം ഭൂമിയാണ്. ഇനി ഭൂമിയിൽ അത് അതിൻ്റെ ആ ശക്തി മൃഗങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. പിന്നെ മൃഗങ്ങളിലൂടെയാണ് അതിൻ്റെ ശക്തി ഇവിടെ പ്രകടമാകുന്നത്. തുടർന്ന് നമ്മൾ ആ മൃഗത്തിൻ്റെ മുകളിൽ ബാബിലോൺ എന്ന് പറയുന്ന വേശ്യ ഇരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആ ബാബിലോൺ എന്ന വേശ്യ തിന്മയുടെ ഒരു പ്രതീകം തന്നെയാണ്. അതിനുശേഷം വെളിപാട് ഗ്രന്ഥകാരൻ ഈ തിന്മയുടെ ശക്തികളെല്ലാം ഒന്നൊന്നായിട്ട് കീഴ്പ്പെടുത്തപ്പെടുന്നതാണ് അവതരിപ്പിക്കുന്നത്. ആദ്യം ആ വേശ്യയെ, അതിരിക്കുന്ന ആ മൃഗം തന്നെ അതിനെ നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ 2 മൃഗങ്ങളും നശിപ്പിക്കപ്പെടുന്നു, അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അവസാനം 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സാത്താനും അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അപ്പോൾ ആ പിശാചിൻ്റെ, സർപ്പത്തിൻ്റെ ആ പ്രതീകത്തിലൂടെ തിന്മയുടെ ശക്തികളെ അവതരിപ്പിച്ച് അത് ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ വെളിപാടിലെ അവസാന അധ്യായങ്ങളിൽ 2-ാം ഭാഗത്ത് കാണുക. അപ്പം അതിൻ്റെ ഒരു സമാപന ദൃശ്യം തന്നെയാണ് നമ്മൾ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സാത്താനെ നമ്മൾ കാണുന്നു. അപ്പോൾ സാത്താൻ്റെ ആ പ്രതീകത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. സാത്താൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 12-ാമത്തെ അധ്യായത്തിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക, സ്വർഗത്തിലെ ആ മറ്റൊരടയാളമായിട്ട്. ഇനി സർപ്പം, ഈ സാത്താൻ ആ സ്ത്രീ പ്രസവിക്കുന്ന ആ കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതായത് ആ ജനിച്ച ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ പദ്ധതികളെ, ദൈവിക പദ്ധതികളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായിട്ടാണ് ഈ സർപ്പം ശ്രമിക്കുക. പക്ഷേ ഈ കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് സർപ്പത്തിന് സാധിക്കുന്നില്ല. ആ കുഞ്ഞ് ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് 12-ാമത്തെ അധ്യായത്തിലെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്
മിഖായിലിൻ്റെ ദൂതന്മാരും സർപ്പത്തിൻ്റെ ദൂതന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട സർപ്പം താഴേക്ക് പതിക്കുന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്ന എന്താണ്? അതിന് വളരെ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. പിന്നീട് അതിന് അല്പസമയം കൂടി നൽകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനും ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവരെ അവരെ വിഴുങ്ങുവാനായിട്ട്, അവരെ കീഴടക്കുവാനായിട്ട് സർപ്പം ശ്രമിക്കുന്നു. അല്പസമയം കൂടി സമയം കൊടുക്കുന്നതായിട്ട് അവിടെ ചിത്രീകരിക്കുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ സർപ്പം ദൈവജനത്തെ പീഡിപ്പിക്കുവാനായിട്ട്, കീഴ്പ്പെടുത്തുവാനായിട്ട്, വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നെങ്കിലും അത് വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മൃഗത്തിന് അധികാരം ലഭിക്കുന്നുണ്ട്. ഇവരെയെല്ലാം വഴിതെറ്റിച്ച് സർപ്പത്തിന് ആരാധന അർപ്പിക്കുവാനായിട്ട് അത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ദൈവജനം ആ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ച് ദൈവത്തിനോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുന്നതായിട്ട് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നു. പിന്നെ 16-ാമത്തെ അധ്യായം വരുമ്പോൾ നമ്മൾ ഈ സർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും വ്യാജപ്രവാചകൻ്റെയും വായിൽ നിന്ന് വരുന്ന ആ അശുദ്ധാത്മാക്കൾ ഈ ആർമഗദോണിലെ ആ യുദ്ധത്തിനായിട്ട് രാജാക്കന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ആ സർപ്പത്തിൻ്റെ ശക്തി പടിപടിയായിട്ട് ഇവിടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇവിടെയെല്ലാം അവതരിപ്പിക്കുക. ഇനി അവസാനം 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സാത്താൻ തന്നെ ബന്ധിക്കപ്പെട്ട് 1000 വർഷം പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ സാത്താൻ്റെ ഒരു പതനകഥയാണ് ഈ അവസാന അധ്യായത്തിൽ ഇവിടെ ഗ്രന്ഥകാരൻ വിവരിക്കുന്നത്. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ തിന്മയുമായിട്ടുള്ള ആ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയായിട്ട് തിന്മയെ സാവധാനം ഉന്മൂലനം ചെയ്യുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെയെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാത്താൻ പരാജയപ്പെടുമ്പോൾ, അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇവിടെ വ്യക്തമാകുന്ന എന്താണ്? ദൈവത്തിൻ്റെ നിലപാടുകൾ അത് ശരിയാണ് എന്ന് ഗ്രന്ഥകാരൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ആ ദൈവജനത്തിൻ്റെയും നിലപാടുകൾ ശരിയാണ്. അപ്പം അതുകൊണ്ട് ഈ സാത്താനെതിരായിട്ടുള്ള തിന്മയുടെ ശക്തിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇവർ അണുവിട അതിൽ വ്യതിചലിക്കരുത്, അതിൽ നിന്ന് പിന്മാറരുത് എന്നാണ് ഗ്രന്ഥകാരൻ ഇതിലൂടെ അവതരിപ്പിക്കുക. ഇനി ഈ തിന്മയെല്ലാം ഉന്മൂലനം ചെയ്ത ശേഷം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ ലോകം സൃഷ്ടിക്കുന്നത്, പുതിയ ജെറുസലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരത്തിന് മുന്നായിട്ട് ഇവിടെ തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ് ഈ 20-ാമത്തെ അധ്യായത്തിൽ കാണുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഭാഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓരോ പദത്തിലേക്കും ചിലപ്പോൾ ഓരോ ഫ്രേസിലേക്കുമൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ബൈബിൾ ഭാഗമാണിത്. പല വ്യത്യസ്ത സഭാസമൂഹങ്ങളിൽ അത് വ്യത്യസ്തമായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി അത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഇതിലെ ആ ഘടന നമുക്കൊന്ന് കാണാം. ഇതിൽ 20-ാമത്തെ അധ്യായത്തിലെ ഘടന നമുക്ക് ഇപ്രകാരം നമുക്ക് അവതരിപ്പിക്കാം. 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ സാത്താൻ 1000 വർഷത്തേക്ക് ബന്ധിക്കപ്പെടുന്നത് വിവരിക്കുന്നു. തുടർന്ന് വരുന്ന ഭാഗം 4 മുതൽ 6 വരെ പീഡിപ്പിക്കപ്പെട്ടവർ, ഈ തിന്മയുടെ ശക്തികളെ പീഡിപ്പിക്കപ്പെട്ടവർ ക്രിസ്തുവിനോടൊപ്പം വാഴുന്നത് ആണ് ചിത്രീകരിക്കുന്നത്. ഇനി അതേ തുടർന്ന് 7 മുതൽ 10 വരെ സാത്താൻ വീണ്ടും അല്പസമയത്തേക്ക് സ്വതന്ത്രനാക്കപ്പെടുന്നതും ദൈവജനത്തെ ആക്രമിക്കാൻ തുനിയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി അവസാന ഭാഗത്ത് 4-ാം ഭാഗത്ത് 11 മുതൽ 15 വരെയുള്ള ഭാഗത്ത് മരിച്ചവർ പ്രവൃത്തികൾക്കൊത്ത് വിധിക്കപ്പെടുന്നതും നമ്മൾ കാണുന്നു. അപ്പോൾ വെളിപാടിലെ 20-ാമത്തെ അധ്യായത്തെ ഈ ഒരു 4 വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ഈ ബൈബിൾ ഭാഗത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്, വിവിധങ്ങളായിട്ടുള്ളത്. അന്ത്യവിധിക്ക് മുമ്പ് വിശുദ്ധർ 1000 വർഷത്തോളം ക്രിസ്തുവിനോടൊപ്പം വാഴും എന്നുള്ള ആ ഒരു വ്യാഖ്യാനമൊക്കെ ഉണ്ട്. അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം 1000 വർഷം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുവാനായിട്ട് വാഴുവാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു വ്യാഖ്യാനം. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുപോലെ തന്നെ പിന്നെ ക്രിസ്തുവിനാൽ ബന്ധിക്കപ്പെടുന്ന ആ സാത്താൻ പിന്നെ അവിടുത്തെ 2ാം വരവ് വരെ തുടരുന്നതായിട്ട്, അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളത് കാണണം. പിന്നെ വിശ്വാസികൾ ഇപ്പോൾ തുടരുന്ന ആ കാലഘട്ടം അതൊരു 3.5 വർഷത്തിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്? അപ്പോൾ അതിങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദൈവജനം പീഡിപ്പിക്കപ്പെടുന്നെങ്കിലും അത് അവസാനം വിജയിക്കുന്നതാണ് ഈ ബൈബിൾ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ ദൈവജനത്തിൻ്റെ ആ വിജയം തന്നെയാണ് ഇതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3.5 വർഷം 1260 ദിവസം നമ്മൾ 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും നമ്മൾ കണ്ടതാണ്. ഈ 3.5 വർഷം സാത്താൻ ദൈവജനം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിലും പിന്നീട് ഇവർ 1000 വർഷം ക്രിസ്തുവിനോടൊത്ത് വാഴുന്നത് ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇനി ആദ്യ ഭാഗത്ത് സാത്താനും തിന്മയുടെ ശക്തികളുമെല്ലാം ഈ ദൈവജനത്തെ എല്ലാം ബന്ധിക്കുന്നതും തടവിലിടുന്നതും ഒക്കെ കാണുന്നുണ്ട്. 10 ദിവസത്തേക്ക് അവർ തടവിലിടപ്പെടുമെന്നൊക്കെ നമ്മൾ ആ സഭകൾക്കുള്ള കത്തുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് സമാന്തരമായിട്ട് അതിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്താണ്? ഈ സാത്താനാകട്ടെ 1000 വർഷം തടവിലിടപ്പെടുന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ നീതിയും ഇവിടെ ഗ്രന്ഥകാരൻ ഈ വരികളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നതും നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവജനത്തിന് പ്രത്യാശ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുക. ഇനി നമ്മൾ 17-18 അധ്യായങ്ങളിൽ ഒക്കെ നമ്മൾ ബാബിലോൺ എന്ന് പറഞ്ഞ വേശ്യയെ കാണുന്നുണ്ട്. ആ വേശ്യയാകട്ടെ ആ ദൈവജനത്തെ ഒക്കെ പീഡിപ്പിക്കുന്നു. ഇനി അവസാനം ദൈവജനത്തെ കരയിപ്പിച്ച ആ വേശ്യ തന്നെ അവൾ അഗ്നിക്കിരയാക്കപ്പെടുന്നു, അവൾ ചാമ്പലാക്കപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വേശ്യയും അതുപോലെ തന്നെ ആ മൃഗങ്ങളും പിന്നെ സാത്താനും അവസാനം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ട് ചാമ്പലാക്കപ്പെടുന്നു. അപ്പോൾ ഈ 1000 വർഷത്തെ ഈ ബന്ധനവും പിന്നെ അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നതുമൊക്കെ ദൈവജനത്തിന് പ്രത്യാശ പകർന്ന് കൊടുക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നോക്കി ഈ ഒരു ഭാഗം 20-ാമത്തെ അധ്യായം നോക്കി ഇനി ഓരോ വാക്യമെടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതൻ, ഇപ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ആ ദൂതൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ആ ദൂതനെ തിന്മയുടെ മേൽ ശക്തിയുള്ളവനായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി തന്നെയാണ് ഈ ദൂതനിലുള്ളത് എന്ന് പറയാം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രവർത്തനവുമാണ് ഈ ദൂതനിലൂടെ ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ തിന്മയുടെ മേൽ ശക്തിയുള്ള ഒരു ദൂതൻ തന്നെയാണ്. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണ്? ആത്യന്തികമായിട്ട് ഈ തിന്മയുടെ ശക്തികളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ ഈ തിന്മകളുടെ ശക്തികൾക്കൊക്കെ ആത്യന്തികമായിട്ടുള്ള ആ ഒരു ശക്തിയോ നിലനിൽപ്പോ ഇല്ല എന്നുകൂടി ഇവിടെ ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് ഈ ഇവിടെ പാതാളത്തിൻ്റെ താക്കോല് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. പാതാളത്തിൻ്റെ താക്കോല് നമ്മൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരിക പത്രോസിൻ്റെ കയ്യിലുള്ള സ്വർഗത്തിൻ്റെ ആ താക്കോലിനെ കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇവിടെ പാതാളത്തിൻ്റെ ആ താക്കോല്, പാതാളത്തിൻ്റെ താക്കോൽ എന്താ സൂചിപ്പിക്കുന്നത്? അത് അധികാരമാണ്, ഇല്ലേ? ഒരാളെ മുറിയിലിട്ട് പൂട്ടുക എന്ന് പറയുമ്പോൾ അവൻ്റെ മേൽ അധികാരമുള്ളവനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അധികാരം, താക്കോൽ, അത് അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 1-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിന് പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ, വെളിപാട് 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലും ക്രിസ്തുവിനെക്കുറിച്ച് സമാനമായിട്ടുള്ള ഒരു വചനമുണ്ട്.
ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു. അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ താക്കോൽ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അത് ഇവിടെ തിന്മയുടെ ശക്തികളെയെല്ലാം അത് ബന്ധിക്കുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ ക്രിസ്തു തിന്മയുടെ ശക്തികളെ എല്ലാം കീഴടക്കുന്നതാണ് ഇവിടെ ഈ ഒരു പ്രതീകത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുക. ഇനി നമ്മൾ ഈ താക്കോൽ കൊണ്ട് തുറക്കുന്നതിൻ്റെ പ്രതീകം നമ്മൾ വെളിപാടിൽ വേറെയും നമ്മൾ കാണുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ ഒരു ദൂതൻ പാതാള ഗർത്തം തുറക്കുമ്പോൾ പൈശാചിക അരൂപികൾ മുകളിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ അത് പീഡിപ്പിക്കുന്നത് അത് ഭൂവാസികളെയാണ്, തിന്മയുടെ കൂടെ നിൽക്കുന്നവരെയാണ്. ഇനി ഇവിടെ ആകട്ടെ താക്കോൽ ഉപയോഗിച്ച് ഈ പൈശാചിക ശക്തികളെ, പിശാചിനെ, സാത്താനെ തന്നെ പൂട്ടുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മരിച്ചവരുടെയും മരണത്തിൻ്റെയും ഒക്കെ മേൽ ആധിപത്യമുള്ള ക്രിസ്തു തിന്മയെ ആത്യന്തികമായിട്ട് ബന്ധിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇതിനെ കാണാം. ഇപ്പോൾ ബന്ധിക്കുക, നമുക്കറിയാം, ബന്ധിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ചങ്ങലക്കിടുക എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ സ്വാതന്ത്ര്യം അത് ഇല്ലാതാക്കുക തന്നെയാണല്ലോ. അപ്പോൾ ബന്ധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ രാജാക്കന്മാർ ബന്ധിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ബാബിലോണിലേക്ക് പോയ സെദക്കിയായെ ചങ്ങലകളാൽ ബന്ധിച്ച് കൊണ്ടുപോകുന്നതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീകം എടുത്തിട്ട് ഇപ്പോൾ സാത്താൻ തന്നെ ബന്ധിക്കപ്പെടുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ തിന്മയുടെ ആ ഉത്ഭവത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ ദൈവം അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇനി നമ്മൾ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ തിന്മയുടെ ശക്തികളെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിക്കുക നമ്മൾ കാണുന്നു. 20-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ വ്യാളിയെ, പിശാചും സാത്താനുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധിച്ചു. അവൻ വ്യാളിയെ, പിശാചും സാത്താനുമായ പുരാതന സർപ്പത്തെ പിടിച്ച്. ഇപ്പോൾ ഇവിടെ തിന്മയുടെ ശക്തികളെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ സാത്താൻ നൽകിയ പേരുകളൊക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരുകളിലേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് കടന്നു പോകാം. സാത്താൻ നമുക്കറിയാം. ഇവിടെ വ്യാളി എന്ന് പറയുമ്പോൾ ഡ്രാക്കോൺ, അത് 12-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ സർപ്പം എന്ന് പറയുന്നത് തിന്മയുടെ ആത്യന്തിക ശക്തി തന്നെയാണ്. അപ്പോൾ ആ ശക്തിയാണ് എല്ലാത്തിനും പിന്നിലുള്ളത്. അപ്പോൾ ഈ തിന്മയുടെ ആ ആത്യന്തിക ശക്തി. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പേരാണ് പിശാജ്. പിശാജ് ദിയാബുളോസ് എന്നതാണ് ഗ്രീക്കിലുള്ള പദം. ദിയബാല്ലോ, അതായത് അവിടെ ഇവിടെ ചിതറിക്കുന്നവൻ, കലഹം സൃഷ്ടിക്കുന്നവൻ. പിശാച് എന്ന് പറയുന്നത് കലഹം സൃഷ്ടിക്കുന്നവനാണ്. അപ്പോൾ ആ ഒരു പേര് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാണുന്ന വേറൊരു പേരാണ് സാത്താൻ. സാത്താൻ നമുക്ക് വളരെ പരിചിതമായ ഒരു നാമമാണ്. അത് ആദ്യം കാണുന്ന നമ്മൾ എവിടെയാണ്? ജോബിൻ്റെ പുസ്തകത്തിലാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ, ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു, സാത്താനും അവരോടുകൂടെ വന്നു. നമ്മൾ ചോദിക്കുമായിരിക്കും എങ്ങനെ സ്വർഗത്തിൽ എങ്ങനെ സാത്താൻ വരുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആ സാത്താൻ എന്നുള്ള പദം ഷാറ്റാൻ, അത് ഇവിടെ അർത്ഥമാക്കുന്നത് കുറ്റാരോപകൻ. നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ജോബിനെതിരായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ കുറ്റങ്ങളൊക്കെ ആരോപിക്കുന്നവൻ. അപ്പോൾ ആ ഒരു പ്രതീകം അത് പിന്നീടും നമ്മൾ ആ പ്രയോഗം ബൈബിളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എതിര് നിൽക്കുന്നവൻ, കുറ്റാരോപകൻ എന്നൊക്കെയാണ് അതിനർത്ഥം. പിന്നെ അതുപോലെ തന്നെ ക്രിസ്തീയ പാരമ്പര്യത്തിലുള്ള മറ്റ് ചില പേരുകളാണ് ബേൽസബൂൾ. യേശുവിനോട് പറയുന്നില്ലേ, നീ പിശാചുക്കളൊക്കെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബേൽസബൂളിനെ കൊണ്ടാണല്ലോ എന്ന്. അപ്പോൾ അത് യേശുവിന് തന്നെ ആ പേര് അവിടെ അവർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ തിന്മയുടെ ആ ശക്തി ബേൽസബൂൾ. അതുപോലെ തന്നെ വരുന്ന ഒരു പേരാണ് ദുഷ്ടൻ.
അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വേറെ ചില പ്രയോഗങ്ങളാണ് ഈ ലോകത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, ഈ ലോകത്തിൻ്റെ അധികാരി എന്ന്. അത് യോഹന്നാൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അന്തരീക്ഷ ശക്തികളുടെ അധീശനെന്ന്, അത് പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ് അത് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് പുരാതന സർപ്പം. പുരാതന സർപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത എവിടേക്ക് ചെല്ലുന്നത്? തീർച്ചയായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ തിന്മയുടെ ശക്തി ചരിത്രത്തിലേക്ക് വരുന്നത്, വിവരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആ പുരാതന സർപ്പം അത് അവരെ ആദിമ മാതാപിതാക്കന്മാരെയൊക്കെ വഴിതെറ്റിച്ച് പാപത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അപ്പോൾ ഈ പുരാതന സർപ്പം, ഈ സർപ്പത്തെയാണ് കീഴടക്കുന്നത്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെ ഈ വെളിപാട് ഗ്രന്ഥത്തിലെയും അതുപോലെ തന്നെ ബൈബിളിലെയും ഒക്കെയുള്ള ഈ തിന്മയുടെ ശക്തികളുടെ ആ പേരുകൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ട് ഈ ശക്തികളെയെല്ലാം, ഇതിനെയെല്ലാം പിടിച്ചു ബന്ധിച്ചു എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ചരിത്രത്തിൽ എന്നും സന്നിഹിതമായിട്ടുള്ള തിന്മയുടെ ശക്തികളെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അത് വ്യത്യസ്ത പേരുകളിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ ഒക്കെ നമ്മുടെ ഇടയിൽ ഒക്കെ അത് സന്നിഹിതമാണ്. പക്ഷേ എത്ര ശക്തമെന്ന് തോന്നിയാലും ഈ തിന്മയുടെ ശക്തികളെയെല്ലാം ദൈവം അത് കീഴ്പ്പെടുത്തുന്നു, പരാജയപ്പെടുത്തുന്നു എന്ന സന്ദേശമാണ് അടുത്ത വാക്യത്തിൽ പറയുക. ഇതിനെയെല്ലാം ബന്ധിച്ചു എന്ന് ഉള്ള വാക്യം. ഇപ്പോൾ ബന്ധിച്ചു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളുണ്ട്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പല പദങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഈ സർപ്പത്തെ ബന്ധിക്കുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ ഒന്ന് നോക്കുക. 2-ാമത്തെ വാക്യത്തിൽ പുരാതന സർപ്പത്തെ പിടിച്ച് ബന്ധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞു, പിന്നെ അടച്ചു, അവൻ്റെ മേൽ മുദ്ര വെച്ചു. 5 ക്രിയാപദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തികളെ അത് പൂർണ്ണമായിട്ടും ബന്ധിച്ചു എന്ന് കാണിക്കാനായിട്ടാണ് ഈ 5 പദങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെളിപാട് ഗ്രന്ഥകാരൻ ദൈവജനത്തിന്, ആരാധന സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പ്രത്യാശ അതെന്താണ്? അത് ഈ തിന്മയുടെ ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ ദൈവജനത്തെ എല്ലാം പീഡിപ്പിക്കുന്നു എന്ന് തോന്നിയാലും അതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ ശക്തി ഇതിനെയെല്ലാം കീഴ്പ്പെടുത്തുന്നു. മാത്രമല്ല ഒരിക്കലും അത് പുറത്തു വരാത്ത വിധത്തിൽ, ഇനി ഒരിക്കലും ദൈവജനത്തെ പീഡിപ്പിക്കാത്ത വിധത്തിൽ ഈ തിന്മയുടെ ശക്തികളെയെല്ലാം അവിടെ നിന്ന് അടച്ച് ബന്ധിച്ച് അവസാനം അഗ്നിത്തടാകത്തിലേക്ക് എറിഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യും. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ, കുറച്ചുകൂടെ രസകരമായിട്ടുള്ള ഭാഗങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.